ഹലോ. കുറച്ചായ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ട്രിപ്പിന്റെ ലോങ് വീഡിയോ ഇടാന്ന് കരുതിയേ. ഞാൻ ഇതിന്റെ ഷോർട്സ് എല്ലാം ഇട്ടതാണ്. എന്നാലും ലോങ് വീഡിയോയും കൂടി ഇടാന്ന് കരുതിയേ. ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് പട്ടാമ്പിയിലേക്കാണ് ട്രെയിൻ കയറിയത്. പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഡയറക്റ്റ് ബസ്സിൽ പോയേ. പടിഞ്ഞാറേ നടയിലെ അർച്ചന ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചത്. ഒരു ദിവസം ഗുരുവായൂരിൽ നിൽക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയത്. ഇവിടെ ഒരാൾക്ക് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ റൂം വാടക വരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ ലോഡ്ജിൽ തന്നെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. റൂമിന്റെ അടുക്കി എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിയേ. കാരണം കഴിഞ്ഞ വർഷം കിട്ടിയ സെയിം റൂം നമ്പർ തന്നെയാണ് ഇപ്രാവശ്യം കിട്ടിയത്. ഞങ്ങൾ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 5 കട്ടിൽ, 5 ബെഡ്, 2 ബാത്റൂം ഒക്കെ വരുന്ന റൂമായിരുന്നു. ഞങ്ങൾ റൂമിൽ എത്തിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോയേ. പോകുന്ന വഴിക്ക് തുളസിമാല വാങ്ങിച്ച് കണ്ണിന് ചാർത്താൻ. പിന്നെ ഞാനൊരു നാമജപം എഴുതി മാലയാക്കി കണ്ണിന് ചാർത്താൻ കൊണ്ടുപോയിരുന്നേ. അതിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നാട്ടിൽ നിന്ന് അവിലും കൊണ്ടുപോയിരുന്നേ. എല്ലാം കണ്ണന് സമർപ്പിച്ച്. പിന്നെ ശീവേലിയും കൃഷ്ണനാട്ടം ഒക്കെ കാണാൻ ഉള്ളിൽ കയറിയേ. ഒരു 12 മണിയൊക്കെ ആവുമ്പോഴേക്ക് നമ്മൾ പുറത്തിറങ്ങിനെ. കൃഷ്ണനാട്ടം കഴിയാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ അത് കഴിയുന്നത് വരെ ഞങ്ങൾ ഇരുന്നില്ലേ. കാരണം പുലർച്ചയ്ക്ക് ക്ഷേത്രത്തിലേക്ക് വരേണ്ടത് കൊണ്ട് തന്നെ വേഗം തന്നെ റൂമിലേക്ക് പോവാന്ന് കരുതിയേ. പിന്നെ കുറച്ചു സമയം ക്ഷേത്രത്തിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. ഈ ഒരു സമയത്തുള്ള ഗുരുവായൂർ ക്ഷേത്ര അന്തരീക്ഷം നല്ലൊരു ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലേ, അനുഭവിച്ചറിയണം. ഫുൾ ശാന്തമായ ഒരു അന്തരീക്ഷം, നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മൾക്ക് തരുവേ. അങ്ങനെ നേരെ ഉറങ്ങാനായി റൂമിലേക്ക് പോയേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിക്ക് ആവുമ്പോഴേക്ക് നമ്മൾ റെഡിയാ ക്ഷേത്രത്തിലേക്ക് പോയേ. മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ട് തലയിൽ ചൂടിയിട്ടാണ് പോയത്. 5:30ക്ക് തൊഴാനായി ക്യൂവിൽ കയറിയിട്ട് 9 മണിക്കാണ് ഉള്ളിൽ കയറിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയമൊക്കെ തെറ്റിയേ. തിരിച്ചു പോവാനായി നമ്മൾ വിചാരിച്ച ട്രെയിൻ കിട്ടില്ലെന്ന് ഉറപ്പായേ. അങ്ങനെ നമ്മൾ പോവേണ്ട സമയമൊക്കെ മാറ്റി കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു 4:30 ട്രെയിനൊക്കെ പോവാന്ന് പ്ലാൻ ഇട്ടേ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയേ. പിന്നെ പാൽപ്പായസം, ആടി എണ്ണയൊക്കെ വാങ്ങിച്ച് നേരെ റൂമിലേക്ക് പോയേ. ക്ഷേത്രത്തിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയം കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ലോഡ്ജിനടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ നേരെ ഇവിടുത്തെ ഫേമസ് ആയ ഷോപ്പുകളിൽ ഒന്നായ പ്രിയങ്ക ഫാൻസി ഷോപ്പിൽ പോയി കുറച്ച് കുപ്പിവളകളൊക്കെ നോക്കിയേ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒന്നാണ് ഈ കുപ്പിവള. അതുകൊണ്ട് തന്നെ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നേ. അവിടെ അത്രയും വെറൈറ്റി കളക്ഷൻ ആണ് ഉണ്ടായത്. അവിടുത്തെ കുപ്പിവള കണ്ട നമ്മുടെ തല കറങ്ങും. അത്രമാത്രം ഉണ്ട് അവിടുത്തെ കളക്ഷൻ. അങ്ങനെ ഞാൻ അക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് കുപ്പികളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചേ. പിന്നെ നേരെ നമ്മൾ മമ്മിയൂരിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ ക്ഷേത്രത്തിൽ കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെ തിരിച്ച് ഗുരുവായൂരിലേക്ക് പോയേ. പോകുന്ന വഴിക്ക് കുറച്ച് ഷോപ്പുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ. എനിക്ക് കണി വെക്കുമ്പോൾ വെക്കാനായി കുറച്ച് മഞ്ചാടിയൊക്കെ വാങ്ങിച്ചേ. പിന്നെ നേരെ റൂമിൽ പോയി എല്ലാം പാക്ക് ചെയ്തേ. എപ്പോഴും തിരിച്ചു പോകുമ്പോൾ ലഗേജ് കൂടിയതുപോലെ തോന്നാറുണ്ട്. വെക്കാൻ സ്ഥലം തികയാത്തത് പോലെ തോന്നേ. പിന്നെ നമ്മളെ ലോഡ്ജിന്റെ അടുത്ത് തന്നെ പട്ടാമ്പിയിലേക്ക് ബസ്സൊക്കെ ഉണ്ടായിരുന്നേ. അവിടുന്ന് നേരെ പട്ടാമ്പിയിലേക്ക് ബസ് കയറിയേ. പട്ടാമ്പി സ്റ്റേഷനിൽ നിന്ന് നേരെ തലശ്ശേരിയിലേക്ക് ട്രെയിൻ കയറിയേ. അങ്ങനെ നമ്മുടെ നാട്ടിലെത്തിയേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.